നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം വ്യാഴത്തിൻ്റെ ഗോചരമാണ്, അതായത് ഗ്രഹത്തിൻ്റെ സ്ഥാനമാറ്റം. മുൻപത്തെ വീഡിയോയുടെ തുടർച്ചയാണിത്. കർക്കിടകം രാശിഫലം. കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് 6-ാമത്തെയും 9-ാമത്തെയും ഭാവങ്ങളിൽ വ്യാഴം ഭരിക്കുന്നു. വ്യാഴം 2025 അതിൻ്റെ സംക്രമ സമയത്ത് നിങ്ങളുടെ രാശിയുടെ 12-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങൾക്ക് നിരവധി പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ കഴിയും. ആരാധന, മതം, ആത്മീയ തീർത്ഥാടനം, മറ്റ് സാമൂഹ്യ നേട്ടങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് മാനസിക സംതൃപ്തി നൽകുമെന്ന് മാത്രമല്ല, സമൂഹത്തിൽ നിങ്ങൾക്ക് ആദരവ് ഉണ്ടാക്കുകയും ചെയ്യും. മതപരമായ യാത്രകൾക്കും ദീർഘദൂര യാത്രകൾക്കും ഉയർന്ന സാധ്യതയുണ്ട്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾ വിജയിക്കുകയും വിദേശയാത്ര നടത്തുകയും ചെയ്യും. വ്യാഴസംക്രമം 2025 ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൊഴുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സങ്കീർണതകൾ ഉണ്ടാക്കുകയും ഉദരസംബന്ധമായ തകരാറുകൾക്ക് കാരണമാവുകയും ചെയ്യും. വ്യാഴം നിങ്ങളുടെ 4-ാമത്തെയും 6-ാമത്തെയും 8-ാമത്തെയും ഭാവങ്ങളിൽ നിൽക്കുന്നതിനാൽ ചില ചെലവുകൾ കുതിച്ചുയരും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിനുള്ളിൽ സന്തോഷത്തിൻ്റെ സമയങ്ങൾ വന്നു ചേരും. കുടുംബ ഐക്യം മെച്ചപ്പെടും. നിങ്ങളുടെ വീട്ടിലെ അവസ്ഥയിൽ നിങ്ങൾ കൂടുതൽ സംതൃപ്തരാകുകയും ചെയ്യും. ഒക്ടോബറിൽ നിങ്ങളുടെ രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കും. വിദ്യാഭ്യാസം, സമ്പത്ത്, കുട്ടികൾ, ദാമ്പത്യ ജീവിതം, ബിസിനസ്, ഭാഗ്യം എന്നിവയിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു തുടങ്ങും. കൂടാതെ ഭാഗ്യം രാജയോഗത്തിന് സമാനമായ ഫലങ്ങൾ നൽകും. ഡിസംബറിൽ വ്യാഴം 12-ാം ഭാവത്തിൽ പ്രതിലോമത്തിൽ പ്രവേശിക്കുന്നത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ചെലവുകളും വർദ്ധിപ്പിക്കും. വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് നല്ലതാണ്. ചിങ്ങൻ രാശിഫലം. ചിങ്ങൻ രാശിയിൽ ജനിച്ചവരുടെ 5-ാമത്തെയും 8-ാമത്തെയും ഭാവങ്ങളിൽ വ്യാഴം ഭരിക്കും. വ്യാഴസംക്രമണത്തിൻ്റെ ഫലമനുസരിച്ച് നിങ്ങളുടെ രാശിയുടെ 11-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് വലിയ വിജയത്തിൻ്റെ കാലഘട്ടമായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയുകയും പണം സമ്പാദിക്കാനുള്ള വഴികൾ എളുപ്പമാവുകയും ചെയ്യും. ശമ്പള വർധനവ് ഉണ്ടാകും. പ്രണയബന്ധങ്ങളിൽ തീവ്രതയുണ്ടാകും. സന്താനങ്ങൾക്ക് പുരോഗതി പ്രാപിക്കും. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പഠനത്തിൽ മികച്ച നേട്ടം കൈവരിക്കാനാകും. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനുള്ള സാധ്യതയുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് അനന്തരാവകാശമായി ലഭിക്കും. നിങ്ങളുടെ സഹോദരന്മാരുമായി ഒത്തുപോകാനുള്ള നല്ലൊരു അവസരം കൂടിയാണിത്. ഒക്ടോബറിൽ വ്യാഴം 12-ാം ഭാവത്തിൽ കർക്കിടകത്തിലേക്ക് നീങ്ങുമ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. നിങ്ങളുടെ ചെലവുകൾ ഉയരും. ഡിസംബറിൽ അത് പിന്നോക്കാവസ്ഥയിൽ 11-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ പണം സമ്പാദിക്കാൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. നിങ്ങളുടെ മുൻഗണനകൾ കൈവരുന്നതിൽ കാലതാമസം ഉണ്ടായേക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.